ഇന്നിവിടെ ഞാൻ വന്നിട്ടുള്ളത് ഗുലാബ് ജാമുൻ്റെ റെസിപ്പി ആയിട്ടാണ്. പാൽപ്പൊടി വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇന്നിവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് മുമ്പേ ആയിട്ട് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഉമ്മച്ചിൻ്റെ അടുക്കള എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്ത ഉടനെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അത് പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ വലിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ടൊരു 4 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് ഒരു 4 ടീസ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓയിൽ നമ്മൾ ടേബിൾ സ്പൂൺ അളവിലാണ് എടുത്തത്, മൈദ ടീസ്പൂൺ അളവിലാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി ഇതിലോട്ട് 2 ടീസ്പൂൺ റവ കൂടി ചേർത്ത് കൊടുക്കാം. വറുത്തതായാലും കുഴപ്പമില്ല. പിന്നെ അതിലോട്ട് തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല പോലെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 കപ്പിൻ്റെ മെഷർമെൻറ്റ് കപ്പാണ്. ഇതിന് 1 കപ്പാണ് ഞാൻ എടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ പാൽപ്പൊടി മിക്സ് ഇവിടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള പാല് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ കുഴച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പാൽപ്പൊടിയൊക്കെ കുതിർന്ന് നല്ല പോലെ മിക്സ് ആവണം. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് പെട്ടെന്ന് കുറച്ച് പാല് ചേർത്താൽ തന്നെ പെട്ടെന്ന് അത് മെൽട്ടായ പോലെ തോന്നും. പക്ഷേ നന്നായിട്ട് കുഴച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നല്ല ഡോ ആയിട്ട് കിട്ടും. അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡോ കിട്ടുന്നത് വരെ നല്ല പോലെ ആവശ്യത്തിനുള്ള പാല് ചേർത്ത് കുഴച്ചെടുക്കാം. എനിക്കിവിടെ ഒരു 1/4 കപ്പ് പാലിന് മുകളിൽ ഇത് കുഴച്ചെടുക്കാൻ ആവശ്യമായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ഡോ റെഡിയാണ്. ഞാൻ നല്ല പോലെ പാൽപ്പൊടിയൊക്കെ കുതിർത്തി നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് ഇതിനെ മാറ്റണം. അപ്പോൾ ഞാനിവിടെ ഈ 1 കപ്പ് പാൽപ്പൊടി കൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ചധികം ബോൾസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള ബോൾ തന്നെയാണ്. ഇതിലും ചെറുതാക്കണമെങ്കിൽ ആക്കാം, പക്ഷേ ഇതിലും വലുതായിട്ട് വേണ്ട. കാരണം ഇത് ഫ്രൈ ചെയ്ത് നമ്മൾ ഷുഗർ സിറപ്പിലൊക്കെ ഇട്ട് മുക്കി വെക്കുമ്പോഴത്തേനും അത്യാവശ്യം വലുപ്പം വരും. അപ്പോൾ ഇവിടെ എല്ലാ ബോൾസും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഒരു സോസ് പാനിലോട്ട് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഈ 1 കപ്പ് പഞ്ചസാരയിലോട്ട് 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി തിളപ്പിച്ചെടുക്കണം. ആ ടൈം കൊണ്ട് ഞാനിവിടെ എണ്ണയിലോട്ട് ഓരോന്നായി ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ലോ ഫ്ലെയിമിൽ നന്നായിട്ട് ചൂടാവുന്നതിന് മുമ്പ് തന്നെ ഓരോന്ന് ഇട്ടിട്ട് പതുക്കെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നല്ലോണം തിളക്കാൻ വേണ്ടി നിൽക്കണ്ട. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് പതുക്കെ ചൂടാക്കി എടുത്താൽ മതി എണ്ണ. എന്നിട്ട് ആ ചൂടിലിട്ടിട്ട് പതുക്കെ ഇത് വേവിച്ചെടുക്കണം. കാരണം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. പാൽപ്പൊടി ആവുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കളറ് വരും. അപ്പോൾ പതുക്കെ ഒന്നങ്ങ് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് അങ്ങ് ബ്രൗൺ കളറാക്കി എടുത്താൽ മതി. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഇട്ടതോടുകൂടി അടുത്തതും കൂടി ഇടരുത്. കാരണം രണ്ടും കൂടി ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കളറൊക്കെ ഒന്ന് മാറി എണ്ണയിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിച്ചിട്ടതിന് ശേഷം മാത്രം അടുത്തത് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ രണ്ടും കൂടെ എന്തായാലും ഒട്ടിപ്പിടിക്കും. പിന്നെ പാൽപ്പൊടിയാണ്, പെട്ടെന്ന് തന്നെ ഇത് കളറൊക്കെ മാറി ആവും. അപ്പോൾ ഓരോന്ന് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഏറ്റവും ബെറ്റർ. ഇങ്ങനത്തെ കുഴിയുള്ള ചട്ടിയാണെങ്കിൽ, പരന്ന ചട്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ 2, 3, 4 ഒക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ബ്രൗൺ കളർ ആയോട് കൂടിയിട്ട് തന്നെ ഡയറക്റ്റ് നമ്മുടെ ഷുഗർ സിറപ്പ് തൊട്ടപ്പുറത്ത് തന്നെ തിളപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. അതിലോട്ട് ഇടുകയാണ്. ഫ്രൈ ചെയ്ത ഉടനെ തന്നെ അതിലോട്ട് ഇടുകയാണ്. എല്ലാം ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനെല്ലാം പൊരിച്ച ഉടനെ തന്നെ ഡയറക്റ്റ് നമ്മുടെ ഷുഗർ സിറപ്പിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ ഇപ്പോഴും തീ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം കൂടി ഫ്രൈ ചെയ്ത് ഇതിലോട്ട് ഇട്ടതിന് ശേഷം നമുക്ക് നമ്മുടെ ഷുഗർ സിറപ്പിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം.
അപ്പോൾ നമ്മുടെ ഗുലാബ് ജാമുൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലോട്ട് അതിൻ്റെ ആ ഒരു തേനൊക്കെ ഇറങ്ങി നല്ല പോലെ സെറ്റ് ആവണം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ നല്ല പോലെ പിടിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചധികം സമയം അതിൽ ഇട്ട് വെക്കണം. നമ്മുടെ ഷുഗർ സിറപ്പിൽ കിടന്ന് നല്ല പോലെ മുങ്ങിയാലേ ഉള്ളൂ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കണു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാൻ കൂടെ മറക്കരുത്. നമുക്ക് ഇൻഷാ അല്ലാഹ് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.